കേരളത്തിലെ ആമ്പിള്ളേരുടെ സ്കിൻ അടിപൊളിയാക്കാൻ വെറും 4 സ്റ്റെപ്പ് മാത്രമുള്ള സ്കിൻ കെയർ റൂട്ടീൻ പറഞ്ഞു തരാം. എനിക്കറിയാവുന്ന മിക്ക ബോയ്സും ഇപ്പോഴും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുള്ളൂ. അത് ഇതുപോലൊരു സോപ്പാണ്. ആദ്യം അത് കളയുക. അത് സ്കിൻ കെയർ അല്ല, സ്കിൻ ഡാമേജ് ആണ് വരുത്തുന്നത്. പകരം ഒരു മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിനെ ഒട്ടും ഇറിറ്റേറ്റ് ചെയ്യാണ്ട് ക്ലെൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഫേസ് വാഷിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഫേസ് സിറം ചൂസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ സ്കിൻ കണ്ടീഷൻ അനുസരിച്ച് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നിങ്ങളുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടും പിമ്പിൾസിനായിട്ടും പിഗ്മെന്റേഷൻ റെഡ്യൂസ് ആക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെറൈറ്റി ആയിട്ടുള്ള സിറംസ് അവൈലബിൾ ആണ്. സിറംസ് യൂസ് ചെയ്ത ശേഷം നമ്മുടെ സ്കിൻ ഒത്തിരി ഡ്രൈ ആവും മുന്നേ തന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യണം. അതാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാന്നുള്ളത്. നമ്മുടെ മോയ്സ്ചർ ലോക്ക് ചെയ്ത് നമ്മുടെ സ്കിൻ നല്ല സപ്പിൾ ആക്കാനും ഹൈഡ്രേറ്റ് ആയി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോയ്സ്ചറൈസർ യൂസ് ആക്കുന്നത്. സോ ഇതൊരു ഇമ്പോർട്ടന്റ് സ്റ്റെപ്പാണ്. നിങ്ങൾ എന്ത് സ്കിൻ കെയർ പ്രൊഡക്റ്റും വാങ്ങുന്നതിന് മുന്നേ ആദ്യം തന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കണം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് വന്നിട്ടാണ് നമ്മുടെ സൺസ്ക്രീൻ വന്നിട്ട്. ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ വെച്ചിട്ട് ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഐറ്റാണ് സൺസ്ക്രീൻ. സൺസ്ക്രീൻ നമുക്ക് UV റേസിൽ നിന്നും പ്രൊട്ടക്ഷൻ തരുന്ന മൂലം നമ്മുടെ സ്കിൻ ടാൻ അടിക്കാണ്ടിരിക്കാനും ഡാമേജ് ആവാതിരിക്കാനും റിങ്കിൾസ് കാര്യങ്ങളൊക്കെ വരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വെറും ഈ ഒരു 4 സ്റ്റെപ്പ് മാത്രം ചെയ്താൽ മതി ഇപ്പോഴുള്ള നിങ്ങളുടെ സ്കിന്നിനെക്കാളും എത്രയോ ബെറ്റർ ആയ സ്കിന്ന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പൊ തന്നെ ഇത് യൂസ്ഫുൾ ആവുന്ന നിങ്ങളുടെ ചേട്ടന്മാർക്കോ ഫ്രണ്ട്സിനോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ബൈ.